ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രിയ സുബലക്ഷ്മി. പ്രധാന വാർത്തകൾ. ബീഹാറിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. സൈന്യത്തിന്റെ നവീകരണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന സൈനിക കമാൻഡർമാരുടെ സമ്മേളനത്തെ രാജ്യരക്ഷാമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 91%ത്തിലേക്ക്. മരണനിരക്ക് 1.5% കുറഞ്ഞു. കേരളത്തിൽ ഇന്ന് 8790 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7660 പേർക്ക് രോഗമുക്തി. ഐപിഎല്ലിൽ ഒന്നാം സ്ഥാനം ലക്ഷ്യമിട്ട് മുംബൈയും ബാംഗ്ലൂരും ഇന്ന് നേർക്കുനേർ. വാർത്തകൾ വിശദമായി. ബീഹാറിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭിച്ച റിപ്പോർട്ട് പ്രകാരം 53.46% പോളിംഗ് രേഖപ്പെടുത്തി. 16 ജില്ലകളിലെ 71 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. ഇതിനായി 31,000 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചത്. 114 സ്ത്രീകൾ ഉൾപ്പെടെ 1066 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. 35 നക്സൽ ബാധിത പ്രദേശങ്ങളിൽ 5 മണിക്ക് മുൻപ് വോട്ടെടുപ്പ് അവസാനിച്ചു. ബീഹാറിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് അടുത്ത മാസം 3-നും മൂന്നാം ഘട്ടം നവംബർ 7-നുമാണ് നടക്കുക. വികസന മാതൃകയോ മുൻപരിചയമോ ഇല്ലാത്ത പ്രതിപക്ഷമാണ് ബീഹാറിൽ ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യവസായശാലകൾ അടച്ചിടാൻ കാരണമായ രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ ബീഹാറിൽ വികസനം കൊണ്ടുവരുമെന്ന് വാഗ്ദാനം നൽകുന്നത്. അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വകാര്യ കമ്പനികൾ ബീഹാറിൽ നിന്ന് എന്നേക്കുമായി പോകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ അന്ധകാരത്തിൽ നിന്ന് പുറത്ത് എത്തിച്ചവരെ വീണ്ടും തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ബീഹാറിനെ കൊള്ളയടിച്ചവരെ തോൽപ്പിക്കുമെന്ന് ബീഹാറിലെ ജനങ്ങൾ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ പൂർണ്ണമായി പാലിച്ച് സമ്മതിദാന അവകാശം വിനിയോഗിക്കാനും പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ലോക്ഡൌൺ കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് തിരികെ എത്തിയ കുടിയേറ്റ തൊഴിലാളികളോട് ബീഹാർ സർക്കാർ നീതി പാലിച്ചില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ബീഹാറിലെ വാൽമീകി നഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ 3 കാർഷിക പരിഷ്കരണ നിയമങ്ങളിൽ കർഷകർ തൃപ്തരല്ലെന്നും എൻഡിഎ സർക്കാർ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും ശ്രീ രാഹുൽ ഗാന്ധി ആരോപിച്ചു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 90.85% വർദ്ധിച്ചു. ഇതുവരെ 72,60,000-ലേറെ പേരാണ് രാജ്യത്ത് കോവിഡ് മുക്തരായത്. ആകെ രോഗം സ്ഥിരീകരിച്ചവരിൽ 7.64% പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. രോഗനിരക്കും മരണനിരക്കും ക്രമാനുഗതമായി കുറയുന്നതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 1.5% ഇന്ത്യയിലെ മരണനിരക്ക്. കോവിഡ് ബാധയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ നിലവിൽ 1,32,000-ഓളം രോഗികളുണ്ട്. കേരളമാണ് രണ്ടാം സ്ഥാനത്ത്. കോവിഡ് കാലത്ത് മറ്റ് അസുഖങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള ടെലിമെഡിസിൻ സംരംഭമായ ഇ സഞ്ജീവനി പുതിയ നേട്ടം കൈവരിച്ചു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിക്ക് രാജ്യത്തുടനീളം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സോഫിയ ഡാനിയേൽ. ഇ സഞ്ജീവനി ടെലിമെഡിസിൻ സംവിധാനത്തിലൂടെ 6 ലക്ഷം കൺസൾട്ടേഷനുകളാണ് രാജ്യത്ത് പൂർത്തിയായത്. അവസാന 1 ലക്ഷം കൺസൾട്ടേഷനുകൾ നടത്തിയത് 15 ദിവസത്തിനുള്ളിലാണ്. തമിഴ്നാട്, കേരളം, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ദിവസത്തിൽ 12 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും ഇ സഞ്ജീവനി ഒപിഡി നടത്തുന്നു. ചെറിയ പട്ടണങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഇ സഞ്ജീവനി 4000-ഓളം ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. 20,000 ആരോഗ്യ പ്രവർത്തകരാണ് ഇ സഞ്ജീവനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. നിലവിൽ രാജ്യത്തെ വിവിധയിടങ്ങളിലായി പ്രതിദിനം 8,500-ലധികം കൺസൾട്ടേഷനുകൾ വരെ നടക്കുന്നു. ഈ സഞ്ജീവനിയിലൂടെ 2 ലക്ഷത്തിലധികം പരിശോധനകൾ നടത്തിയ സംസ്ഥാനമായ തമിഴ്നാടാണ് കൺസൾട്ടേഷനുകളിൽ മുന്നിൽ. ഉത്തർപ്രദേശ് 2ാം സ്ഥാനത്തും കേരളം 3ാം സ്ഥാനത്തുമാണ്. കേരളത്തിൽ ഇതുവരെ 48,081 പരിശോധനകളാണ് ഈ സഞ്ജീവനിയിലൂടെ നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ ഇന്ന് 8790 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7660 പേർ രോഗമുക്തി നേടി. 93,264 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. 94 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 7,646 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 872 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 27 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ഇന്ന് 11 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിച്ചു. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4,43,00,000 കവിഞ്ഞു. 3,25,00,000-ഓളം പേർ ഇതുവരെ രോഗമുക്തി നേടി. 11,73,000 പേരാണ്
രോഗബാധയെ തുടർന്ന് മരിച്ചത്. രോഗവ്യാപനത്തിൽ മുന്നിൽ നിൽക്കുന്ന അമേരിക്കയിൽ മരണം 2,32,000 കടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. ഇന്ത്യൻ സൈന്യത്തിന്റെ നവീകരണത്തിന് ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ സൈനിക കമാൻഡർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവീകരണത്തിലൂടെ എല്ലാ മേഖലകളിലും നേട്ടം കൈവരിക്കാൻ സൈന്യത്തിന് സാധിക്കുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. നിലവിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അനുസരിച്ച് ഇന്ത്യൻ സൈന്യം കൈക്കൊണ്ട നടപടികൾ അഭിമാനകരമാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഉയർന്നുവന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ സൈന്യം വിജയിച്ചിട്ടുണ്ടെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം സുപ്രധാനമാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ 10ാമത് ഇന്ത്യ UK സാമ്പത്തിക സംവാദത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. ലോകത്തിൽ ഏറ്റവും മികച്ച സാമ്പത്തിക ഭദ്രതയുള്ള 7 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും സ്ഥാനമെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളുടെയും മൊത്തം ആഭ്യന്തര ഉൽപാദനം $5 ട്രില്യൺ ആണ്. 2007 ആദ്യത്തെ ഫണ്ട്സ് കോർപ്പറേഷൻ കരാറിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയായി വർദ്ധിച്ചു. ഇരു രാജ്യങ്ങളിലുമായി 1,00,000-ത്തിലധികം പേർക്ക് തൊഴിൽ ലഭിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. 15ാം ധനകാര്യ കമ്മീഷൻ മുൻ കമ്മീഷൻ അധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. നിലവിലെ കമ്മീഷൻ അധ്യക്ഷൻ NK സിംഗ്, 12ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ C രംഗരാജൻ, 13ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ വിജയ് കേൽക്കർ എന്നിവർ പങ്കെടുത്തു. 2021-26 കാലയളവിലെ റിപ്പോർട്ട് 15ാം ധനകാര്യ കമ്മീഷൻ ഈ മാസം 30-ന് സമർപ്പിക്കും. 1,27,000 കോടിയോളം രൂപ ആദായ നികുതി റീഫണ്ട് ഇനത്തിൽ നൽകിയതായി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് അറിയിച്ചു. ഈ വർഷം ഏപ്രിൽ 1 മുതൽ ഒക്ടോബർ 27 വരെയുള്ള കാലയളവിലെ കണക്കാണിത്. 2 കോടി രൂപ വരെയുള്ള വായ്പകളുടെ 6 മാസത്തെ പലിശ എഴുതി തള്ളണമെന്ന് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം. ഇക്കഴിഞ്ഞ മാർച്ച് 1 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള മൊറട്ടോറിയം കാലയളവിൽ കൂട്ടുപലിശയും ക്രമപലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇളവായി നൽകുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഇളവ് അനുവദിക്കാനാണ് RBI നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള അന്താരാഷ്ട്ര യാത്രാ വിമാനങ്ങളുടെ താൽക്കാലിക വിലക്ക് നവംബർ 30 വരെ നീട്ടിയതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. എന്നാൽ അന്താരാഷ്ട്ര ചരക്ക് വിമാനങ്ങൾക്കും പ്രത്യേക അംഗീകാരമുള്ള വിമാനങ്ങൾക്കും ഈ നിയന്ത്രണം ബാധകമല്ലെന്ന് DGCA വ്യക്തമാക്കി. ഇന്ത്യ ബംഗ്ലാദേശ് എയർ ബബിൾ സംവിധാനം പുനഃസ്ഥാപിച്ചു. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ നിന്നും ഇന്ന് 2 വിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. ധാക്കയിലെ ഹസ്രത്ത് ഷാജലാൽ വിമാനത്താവളത്തിൽ ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം ദൊറൈസ്വാമിയും സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് ബംഗ്ലാദേശ് ചെയർമാൻ എയർ വൈസ് മാർഷൽ മാഫിദുർ റഹ്മാനും ചേർന്ന് സർവീസ് ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ കൊച്ചിയിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ എത്തിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവശങ്കറിനെ വിശദമായി ചോദ്യം ചെയ്യും. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ജമ്മുകാശ്മീരിലും കർണാടകയിലും NIA റെയ്ഡിൽ നിരവധി രേഖകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ജമ്മുകാശ്മീരിലെ 10 സ്ഥലങ്ങളിലും ബംഗളൂരുവിലെ ഒരു കേന്ദ്രത്തിലുമാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. IPLൽ ഇന്ന് മുംബൈ ഇന്ത്യൻസും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടുന്നു. ടോസ് നേടിയ മുംബൈ ബോളിംഗ് തിരഞ്ഞെടുത്തു. IPLലെ കരുത്തരായ മുംബൈയും ബാംഗ്ലൂരും പട്ടികയിലെ 1ാം സ്ഥാനത്തിനായാണ് ഇന്ന് പൊരുതുന്നത്. ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 600 പോയിന്റ് താഴ്ന്ന് 39,922-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 160 പോയിന്റ് നഷ്ടത്തിൽ 11,730-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാറിൽ 1ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. സൈന്യത്തിന്റെ നവീകരണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന സൈനിക കമാൻഡർമാരുടെ സമ്മേളനത്തെ രാജ്യരക്ഷാമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 91%-ലേക്ക്, മരണനിരക്ക് 1.5% കുറഞ്ഞു. കേരളത്തിൽ ഇന്ന് 8,790 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7,660 പേർക്ക് രോഗമുക്തി. IPLൽ 1ാം സ്ഥാനം ലക്ഷ്യമിട്ട് മുംബൈയും ബാംഗ്ലൂരും ഇന്ന് നേർക്കുനേർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഇനി രാത്രി 9 മണിക്ക്.